കോഴിക്കോട് കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയെടുക്കാൻ നൽകിയ പുരയിടത്തിന്റെ ആധാരം വായ്പ അടച്ചു കഴിഞ്ഞിട്ടും തിരിച്ചു നൽകാതായതോടെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി ജനകീയ സമരസമിതി. പ്രതിഷേധത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച കാരശ്ശേരി ബാങ്കിലേക്ക് ജനകീയ മാർച്ച് നടത്തും. ചുമട്ടുതൊഴിലാളിയായിരുന്ന കാരശ്ശേരി ചോണാട് സ്വദേശി MTK മുഹമ്മദ് ലോൺ എടുക്കാനായി സഹകരണ ബാങ്കിന് നൽകിയ പുരയിടത്തിന്റെ ആധാരം ലോൺ അടച്ചു കഴിഞ്ഞിട്ടും തിരിച്ചു നൽകാതായതോടെയാണ് ജനകീയ സമിതി രൂപീകരിച്ച് നാട്ടുകാർ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത്. 2019 തന്നെ ലോൺ അടച്ച് പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ നിരവധി തവണ ബാങ്ക് അധികൃതരെ സമീപിച്ചെങ്കിലും ആധാരം തിരിച്ചു നൽകിയില്ല. ഇതിനിടെ മുഹമ്മദ് മരിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ആധാരത്തിനായി ബാങ്കിനെ സമീപിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നൽകിയില്ല. മുഹമ്മദ് മറ്റൊരാൾക്ക് ലോൺ എടുക്കാൻ ജാമ്യം നിന്നിട്ടുണ്ടെന്നും അദ്ദേഹം ലോൺ അടച്ച് പൂർത്തീകരിച്ചാൽ മാത്രമേ ആധാരം തിരിച്ചു നൽകാൻ കഴിയുകയുള്ളൂ എന്നുമായിരുന്നു ബാങ്ക് അധികൃതരുടെ മറുപടി. ഇതോടെ മുഹമ്മദിന്റെ ഭാര്യ സഹകരണ വകുപ്പ് മന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും പരാതി നൽകി. തുടർന്ന് കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് സഹകരണ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ ജാമ്യം നിന്ന ലോണിന് ഈ ആധാരവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് കണ്ടെത്തിയിരുന്നു. ആധാരം തിരിച്ചു നൽകാൻ ഉത്തരവിട്ടിട്ടും ബാങ്ക് ആധാരം തിരിച്ചു നൽകാത്ത സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരിച്ച് സമരത്തിനൊരുങ്ങുന്നത്. ആധാരം തിരിച്ചു കിട്ടുന്നതുവരെ ശക്തമായ സമരപരിപാടികളും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ജനകീയ സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഇതൊരു സൂചന മാത്രമാണ്. ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ആധാരം തിരിച്ചു നൽകാതെ ബാങ്ക് ഇനിയും നിഷേധാത്മക നിലപാട് തുടരുകയാണെങ്കിൽ കൂടുതൽ കടുത്ത സമരപരിപാടികളിലേക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ കമ്മിറ്റിയുടെ തീരുമാനം. എന്നാൽ വായ്പയെടുത്താൽ ഈടായി തന്ന വസ്തുവിന് അപേക്ഷിച്ച തുകയുടെ വാല്യൂ ഇല്ലാത്തതിനാൽ മറ്റൊരു ആധാരവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ തരാൻ പറ്റുകയുള്ളൂ എന്ന സാഹചര്യത്തിലാണ് മുഹമ്മദ് ജാമ്യം നിന്നത് എന്നാണ് ബാങ്കിന്റെ വിശദീകരണം. വായ്പയെടുത്തയാൾ തുക തിരിച്ചടച്ചാൽ ആധാരം തിരികെ നൽകുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. അതിനിടെ ബാങ്കിന്റെ മനുഷ്യത്വരഹിതമായ നടപടിക്കെതിരെ മുക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രമേയം പാസാക്കി. ന്യൂസ് 18 മുക്കം. പത്തനംതിട്ട തിരുവല്ല കാരക്കലിൽ അടച്ചിട്ടിരുന്ന വീട് കുത്തിത്തുറന്ന് സ്വർണ്ണാഭരണങ്ങളും പണവും മോഷ്ടിച്ചു. കാരക്കൽ സ്വദേശി മുരളീധരൻ പിള്ളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. മുരളീധരൻ പിള്ളയും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്താണ് മോഷണം നടന്നത്. ശനിയാഴ്ചയാണ് മുരളീധരൻ പിള്ളയുടെ വീട്ടിൽ മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും 5000 രൂപയുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. മുരളീധരൻ പിള്ളയും ഭാര്യയും വിദേശയാത്രയ്ക്ക് പോയതിനാൽ വീട്ടിൽ ആളില്ലാത്ത സമയത്താണ് മോഷണം നടന്നത്. വീടിൻ്റെ മുൻവാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ശനിയാഴ്ച വീടിൻ്റെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട അയൽവാസികളാണ് മോഷണ വിവരം ബന്ധുക്കളെ അറിയിക്കുന്നത്. തുടർന്ന് മുരളീധരൻ്റെ സഹോദരൻ പോലീസിൽ വിവരം അറിയിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 മുറികളിലെ അലമാരകളും കുത്തിത്തുറന്ന് സാധന സാമഗ്രികളെല്ലാം വലിച്ചിട്ട നിലയിലാണ്. വീട്ടുടമസ്ഥനായ മുരളീധരൻ പിള്ളയും ഭാര്യയും കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് കാനഡയിലുള്ള മകനെയും ഭാര്യയെയും സന്ദർശിക്കാൻ പോയത്. സമീപ വീടുകളിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി ജില്ലയിലെ പ്രധാന ഗോത്രവർഗ മേഖലയായ കുറത്തിക്കുടി ആദിവാസി സെറ്റിൽമെന്റിൽ സർക്കാർ സ്കൂൾ അനുവദിക്കണമെന്ന ആവശ്യവുമായി ആദിവാസി സമൂഹം. 400ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന കുറത്തിക്കുടിയിൽ ആകെയുള്ളത് ഒരു ഏകാധ്യാപക സ്കൂൾ മാത്രമാണ്. ഇടുക്കി ജില്ലയിലെ പ്രധാന ഗോത്രവർഗ മേഖലകളിൽ ഒന്നാണ് അടിമാലി പഞ്ചായത്തിൽപ്പെട്ട കുറത്തിക്കുടി ആദിവാസി സങ്കേതം. അടിമാലിയിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരെയുള്ള കുറത്തിക്കുടിയിൽ 400-ൽ അധികം കുടുംബങ്ങളാണ് അധിവസിക്കുന്നത്. കുടിയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വലിയ പ്രതിസന്ധിയാണ് ഇവർ അനുഭവിക്കുന്നത്. 1-ൽ പഠിക്കുന്ന കുട്ടികളും 2-ൽ പഠിക്കുന്ന കുട്ടികളും ഒരേ ക്ലാസ്സിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ പഠിക്കുന്നത്. പിന്നെ 3-ൽ പഠിക്കുന്ന കുട്ടികളും 4-ൽ പഠിക്കുന്ന കുട്ടികളും ഒരേ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് തന്നെ നല്ല വിദ്യാഭ്യാസ സംബന്ധമായിട്ട് പഠിക്കാൻ തന്നെ നല്ല സാധ്യത ഇവർക്ക് പഠിക്കാൻ തന്നെ പറ്റുന്നില്ല. ആകെയുള്ള ഒരു NGLC സ്കൂൾ മാത്രമാണ് കുറത്തിക്കുടിയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആശ്രയം. 50ഓളം കുട്ടികൾ പഠിക്കുന്ന NGLC സ്കൂളിൽ ഒരു അധ്യാപകൻ മാത്രമാണുള്ളത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുവാൻ കൂടുതൽ അധ്യാപകർ ആവശ്യമാണെങ്കിലും വേണ്ടത്ര അധ്യാപകരെ നിയമിക്കുവാൻ ഇനിയും നടപടി സ്വീകരിച്ചിട്ടില്ല. പുതിയ അധ്യയന വർഷത്തിൽ കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ആദിവാസി പിന്നോക്ക മേഖലയായ കുറത്തിക്കുടിയിൽ UP സ്കൂൾ അനുവദിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം ഞാണ്ടൂർ കോണത്തെ പുളിയൻകോട് ലക്ഷം വീട് പുനരുദ്ധാരണ പദ്ധതി ഉപേക്ഷിച്ചതിനെ തുടർന്ന് 20 കുടുംബങ്ങൾ ദുരിതത്തിൽ. വീടുകൾ നന്നാക്കി കിട്ടുമെന്ന പ്രതീക്ഷയിൽ വാടക വീടുകളിലേക്ക് മാറിയവർ വാടക കൂടി കൊടുക്കേണ്ട ബാധ്യതയിലാണ്. 20 മുതൽ 40 വരെ വർഷം പഴക്കമുള്ളവയായിരുന്നു പുളിയങ്കോട് ലക്ഷം വീട് കോളനിയിലെ വീടുകൾ. പല വീടുകളും കാലപ്പഴക്കം കാരണം ഇടിഞ്ഞു വീഴാറായ നിലയിലായിരുന്നു. കുടുംബങ്ങൾ നിരവധി തവണ അധികാരികൾക്ക് നിവേദനം നൽകിയതിനെ തുടർന്ന് വീടുകൾ പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ജനുവരിയിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി
നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത്. എസ്റ്റിമേറ്റിൽ വയറിംഗ് ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന കാരണത്താൽ ആദ്യം നിർമ്മാണം മുടങ്ങി. 40 വർഷമായി വീട് കിട്ടിയിട്ട്. ഇതേവരെ ആരും വന്ന് ഈ വീട്ടിനെ പറ്റി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അനുവദിച്ച് എല്ലാവരും പറഞ്ഞ് ഇത് അനുവദിച്ച് കിട്ടി. എന്നിട്ട് അത് 2 വീട് ഇടിച്ചു മാറ്റിയിട്ടിട്ട് 4-5-6 മാസമായി. അവർ വല്ലപ്പോഴും വരും, ഒന്ന് ചെയ്യും, അങ്ങ് പോകും. പിന്നെ അല്ലാതെ ഒന്നുമില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ കതവില്ല, കട്ടളയില്ല, തറയിട്ടിട്ടില്ല, അടുക്കളയില്ല, കക്കൂസില്ല, ഇതൊന്നുമില്ല. ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ. പിന്നീട് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ളവരെത്തി വീടുകൾ സന്ദർശിച്ച് വയറിംഗിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകി. പക്ഷേ നിർമ്മാണം പുനരാരംഭിച്ചില്ല. ഇതുവരെ 2 വീടുകളുടെ നവീകരണം മാത്രമാണ് പൂർത്തിയായത്. ഇപ്പോൾ എന്താ അവസ്ഥ അറിഞ്ഞുകൂടാ. TC നമ്പർ 1383 മുതലാണ് അങ്ങോട്ട് പണി തുടങ്ങുമെന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ തുടങ്ങിയില്ല. 2ാം നമ്പർ തൊട്ടാണ് അങ്ങോട്ട് തുടങ്ങിയത്. ഇത് പിന്നെ ചോർച്ച കാണാതായിരിക്കും. ഈ മുറിക്കകം ചോരണം, ഹാള് ചോരണം. അത് ചുമ്മാ പറക്കിയിട്ടൊക്കെയാണ് ആ ഷീറ്റുകൾ. വീടുകൾ നന്നാക്കി കിട്ടുമെന്ന പ്രതീക്ഷയിൽ പലരും കോളനിയിൽ നിന്ന് വാടക വീടുകളിലേക്ക് മാറിയിരുന്നു. വീടുകളുടെ പുനരുദ്ധാരണം പൂർത്തിയാകാത്തതിനാൽ ഇവർ ഇപ്പോഴും വാടക വീടുകളിൽ തുടരുകയാണ്. വാടക നൽകേണ്ട ബാധ്യത കൂടി ഇവരുടെ തലയിലായി. കോളനിയിലെ താമസക്കാരിൽ ഭൂരിഭാഗവും 60 വയസ്സ് കഴിഞ്ഞവരാണ്. പലർക്കും ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളുമുണ്ട്. ഇക്കുറി വേനൽ മഴ പെയ്തതോടെ വീടുകൾ ഭൂരിഭാഗവും ചോർന്നൊലിക്കുന്ന നിലയിലാണ്. മഴക്കാലത്ത് ഈ വീടുകളിൽ എങ്ങനെ കഴിയുമെന്നാണ് താമസക്കാർ ചോദിക്കുന്നത്. വീടുകളുടെ നിർമ്മാണ പ്രവർത്തികൾ ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിനിറങ്ങാനാണ് കോളനി നിവാസികളുടെ തീരുമാനം. ന്യൂസ് 18 ഞാണ്ടൂർ കോണം. തൃശൂർ മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷൻ അപകടക്കവലയായി മാറുന്നു. ശാസ്ത്രീയമായ സിഗ്നൽ സംവിധാനങ്ങളില്ലാത്തതിനാൽ റോഡ് മുറിച്ചു കിടക്കുന്ന യാത്രക്കാർ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ദേശീയപാത 4 വരിയാക്കി വികസിപ്പിച്ച ശേഷം 25ഓളം പേരാണ് ഇവിടെ അപകടത്തിൽ മരിച്ചത്. പറപ്പൂക്കര പഞ്ചായത്തിലെ വ്യാപാര കേന്ദ്രങ്ങളിലൊന്നാണ് നെല്ലായി ജംഗ്ഷൻ. പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാൾ, നെല്ലായി വില്ലേജ് ഓഫീസ്, നെല്ലായി സബ് രജിസ്ട്രാർ ഓഫീസ് എന്നീ സ്ഥാപനങ്ങൾ ഈ ജംഗ്ഷനിലായതിനാൽ ഇവിടെ ദിനംപ്രതി നിരവധി പേരാണ് എത്തുന്നത്. പന്തല്ലൂരിലുള്ള പറപ്പൂക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രം, മൃഗസംരക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിലേക്കുള്ളവരും നെല്ലായി ജംഗ്ഷനിലെത്തിയാണ് പോകുന്നത്. വയലൂർ, ആലത്തൂർ പ്രദേശങ്ങളിൽ നിന്ന് നെല്ലായിലെത്തുന്ന യാത്രക്കാർക്ക് ദേശീയപാത മുറിച്ചു കടന്നു വേണം കൊടകര, ചാലക്കുടി ഭാഗങ്ങളിലേക്കുള്ള ബസ് സ്റ്റോപ്പിൽ എത്താൻ. ദേശീയപാത 4 വരിപ്പാതയാക്കി നവീകരിച്ചതോടെ ജനങ്ങൾ നെല്ലായി ജംഗ്ഷനിൽ റോഡ് മുറിച്ചു കിടക്കുന്നത് ജീവൻ പണയം വെച്ചാണ്. ഇവിടെ സ്ഥിരം അപകടങ്ങൾ തന്നെയാണ്. അപ്പം അത് എങ്ങനെയും ഒന്ന് പരിഹരിക്കുക. എന്താ വെച്ചാൽ ഞാൻ തന്നെ ഒരു 10-15 ആൾ ഇവിടെ മരിക്കുന്ന കണ്ടിട്ടുണ്ട്. സ്ഥിരം ഇന്നലെയും ഇന്നും അപകടങ്ങൾ തന്നെയാണ്. സ്ഥിരം അപകടങ്ങളല്ലേ. ഇതിൻ്റെ രക്ഷാധികാരികളൊന്ന് മുൻകൈ എടുത്ത് ഇതൊന്ന് അവസാനിപ്പിക്കുക. ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തുള്ളവർക്ക് പുതുക്കാട്, തൃശൂർ, മണ്ണുത്തി ഭാഗങ്ങളിലേക്കുള്ള ബസ്സിൽ കയറണമെങ്കിലും ഏറെ പണിപ്പെട്ട് വേണം റോഡ് മുറിച്ചു കടക്കാൻ. ദേശീയപാത 4 വരിപ്പാതയാക്കിയ ശേഷം നെല്ലായി ജംഗ്ഷനിൽ നടന്നിട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 25-ലേറെയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ റോഡ് മുറിച്ചു കടന്ന സ്കൂട്ടർ യാത്രക്കാരൻ ബൈക്കിടിച്ച് മരിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ക്ഷമ കിടുമ്പോൾ ആൾക്കാർ ഇവിടുന്ന് കുറേ ക്രോസ് ചെയ്യും. അപ്പോൾ അവിടുന്ന് വണ്ടി കാണുന്ന കാരണം സ്ലോ ചെയ്യും. അതല്ലാതെ ക്രോസ് ചെയ്യാൻ നിവൃത്തിയില്ല. അപ്പം അത്രമാത്രം വാഹനങ്ങൾ എപ്പോഴും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 കൂടി ക്രോസിംഗ് ആണ് ഇവിടെ. അത് കാരണം എപ്പോഴും സിഗ്നൽ ക്രോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുള്ളൂ. നിരന്തരം വാഹനങ്ങൾ ചീറിപ്പായുന്ന ദേശീയപാത മുറിച്ചു കടക്കാൻ പ്രായം ചെന്നവരും സ്കൂൾ കുട്ടികളുമാണ് ഏറെ വിഷമിക്കുന്നത്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനും കാൽനടക്കാരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടി ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ദേശീയപാത അധികൃതർ ഈ ആവശ്യം അംഗീകരിച്ചില്ല. കാൽനട യാത്രക്കാർക്കായി ഫുട് ഓവർബ്രിഡ്ജ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും അത് നടന്നില്ല. വാഹനങ്ങളും കാൽനട യാത്രക്കാരും ഹൈവേ മുറിച്ചു കടക്കുന്ന ജംഗ്ഷനാണെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ബ്ലിങ്കിംഗ് ലൈറ്റുകൾ മാത്രമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ന്യൂസ് 18 നെല്ലായി. റോഡ് നവീകരണത്തിലെ അപാകം കാരണം താമരശ്ശേരി വര്യാട്ടക്ക് റോഡിൽ അപകടം തുടർക്കഥയാകുന്നു. പോർങ്ങോട്ടൂർ അങ്ങാടിക്കും സമീപമാണ് അപകടങ്ങളുണ്ടാകുന്നത്. ഇവിടെ റോഡിലെ വളവിന് വീതി കൂട്ടാത്തതാണ് അപകടക്കെണിയാകുന്നത്. താമരശ്ശേരി കാരാടിയിൽ നിന്നും മാനിപുരം വഴി വരട്ട്യാക്കിലേക്കുള്ള റോഡാണിത്. കൊടുവള്ളി, കുന്ദമംഗലം ടൗണുകളിലെ ഗതാഗതക്കുരുക്കിലാക്കപ്പെടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുൾപ്പെടെ എത്താവുന്ന റോഡ് കോടികൾ മുടക്കിയാണ് നവീകരിച്ചത്. പ്രവൃത്തി ആരംഭിച്ച സമയം മുതൽ പരാതി വ്യാപകമാണ്. കൊടുവള്ളി നഗരസഭയിൽ ഉൾപ്പെട്ട പോർങ്ങോട്ടൂർ അങ്ങാടിയിലും സമീപത്തും റോഡ് വീതി കൂട്ടാതെയാണ് പ്രവൃത്തി നടത്തിയത്. ഇതാണ് അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. പഴയ നാദ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇത് എടുത്തത്, ഈ കോൺട്രാക്ട് എടുത്തത്. പക്ഷെ അവരോട് ഞങ്ങൾ പല തവണയും പറഞ്ഞാൽ നിങ്ങൾ പോയിന്റ് മാർക്ക് ചെയ്ത ഭാഗങ്ങളിൽ റോഡ് എടുക്കണം എന്ന് പറഞ്ഞാൽ, പക്ഷേ എടുക്കാതെ ഇത്ര ഈ രൂപത്തിലേക്ക് ആക്കി മാറ്റി ഈ അങ്ങാടിയിലെ യാത്ര.
ഇതാണല്ലോ ഈ പോസ്റ്റ് കണ്ടല്ലേ, ഈ പോസ്റ്റ് ഇപ്പോൾ റോഡിലേക്ക് കയറി നിൽക്കുകയാണ്. ഈ പോസ്റ്റിനെ ഇടതുഭാഗത്ത് നിന്ന് വരുന്ന വണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു വണ്ടി അവിടെ നിന്ന് കൂടെ വന്നാൽ അങ്ങോട്ട് കയറിപ്പോയാൽ പോസ്റ്റിനെ ഒഴിവാക്കി മറ്റു വണ്ടി പിടിക്കും. അപ്പോൾ ആ വണ്ടി അവിടെ പോയി ഇടിക്കുകയോ അല്ലെങ്കിൽ മറിയുകയോ ചെയ്തിട്ട് ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. ഇവിടെ കഴിഞ്ഞ ദിവസം കാർ റോഡരികിലെ തെങ്ങിലിടിച്ച് 4 പേർക്ക് സാരമായി പരിക്കേറ്റിരുന്നു. കണ്ണൂർ, വയനാട് സ്വദേശികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിന്റെ ഒരു ഭാഗത്ത് വൈദ്യുതി തൂൺ റോഡിലേക്ക് തങ്ങിയാണ് നിൽക്കുന്നത്. ഇതാണ് അപകടത്തിന് കാരണമാകുന്നത്. പോർങ്ങോട്ടൂർ അങ്ങാടിയിൽ കാൽനടയാത്രക്കാർ റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണ്. അങ്ങാടിയിലുള്ള മസ്ജിദിലേക്കും ക്ഷേത്രത്തിലേക്കും എത്തുന്നവർ പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഉള്ള റോഡെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 5-5.5 മീറ്റർ കാണും. അപ്പോൾ സൈഡിൽ ഫുട്പാത്ത് പോയിട്ട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം പോലും നടക്കാൻ ഇല്ല. അത്രയും വളരെ കുറഞ്ഞ ഒരു 1/2 ഫൂട്ട് ഒക്കെയാണ് പല സ്ഥലത്തും റോഡിൻ്റെ സൈഡായിട്ടുള്ളത്. ഒരു ഭാഗത്ത് അമ്പലവും അത് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന തന്നെ റോഡ് സൈഡിൽ കാണാം. ഫുട്പാത്ത് ഒട്ടുമില്ല, 2 ഭാഗത്തും ഉള്ള ഫുട്പാത്ത് തന്നെയും ഇത് കയറി വെച്ച് സേവ് കിട്ടിയില്ല. അപ്പോൾ വളരെ ദുരിതമുള്ള ഈ സ്ഥലം മാത്രം പോർങ്ങോട്ടിൻ്റെ ഈ പൊയിലങ്ങാടിൻ്റെ കടനത്തിൻ്റെ അടുക്കല്ല, ഇവിടെ മാത്രം എങ്ങനെ ഇടിഞ്ഞത്. റോഡ് നവീകരിച്ചതോടെ വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. വേഗതയും കൂടുതലാണ്. ഇതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത്. പ്രവൃത്തി കരാറെടുത്ത നാഥ് കമ്പനിയെ ഒഴിവാക്കി പുതിയ കമ്പനിക്ക് കരാർ നൽകിയെങ്കിലും റോഡ് വീതി കൂട്ടാൻ നീക്കമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് 18 താമരശ്ശേരി. കോഴിക്കോട് ജില്ലയിലെ തെയ്യത്തും കടവ് കൊടിയത്തൂർ ചെറുവാടി റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം ആവശ്യപ്പെട്ട് വ്യാപാരികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നീളുന്നത് മൂലം കച്ചവടം ഉൾപ്പെടെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് വ്യാപാരികൾ സമരരംഗത്തിറങ്ങുന്നത്. തെയ്യത്തും കടവ് കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് ചെറുവാടി റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം ആവശ്യപ്പെട്ടാണ് കൊടിയത്തൂരിലെ വ്യാപാരികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. റോഡിന്റെ തെയ്യത്തുംകടവ് വരെയുള്ള നവീകരണം കടലാസിൽ ഒതുങ്ങിയ അവസ്ഥയാണ് നിലവിലുള്ളത്. തെയ്യത്തുംകടവ് ഭാഗത്ത് റോഡിന് വീതി കൂട്ടാൻ സ്ഥലം വിട്ടുകിട്ടാത്തതാണ് പ്രതിസന്ധി. റോഡിന്റെ ദുരവസ്ഥ കാരണം ഈ പ്രദേശങ്ങളിലെ കച്ചവടക്കാർ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. മഴക്കാലത്തിന് മുമ്പേ റോഡ് പണി പൂർത്തിയായില്ലെങ്കിൽ വാഹന ഗതാഗതം തടസ്സപ്പെടും. രോഗികളുമായുള്ള ആംബുലൻസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള വാഹനങ്ങളും വളരെ പ്രയാസപ്പെട്ടാണ് ഇതിലൂടെ കടന്നുപോകുന്നത്. രൂക്ഷമായ പൊടിശല്യവുമുണ്ട്. ഈ സ്ഥിതിക്ക് അടിയന്തരമായ പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കാനാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തീരുമാനം. ഓരോ ദിവസം തോറും കച്ചവടങ്ങൾ പൂട്ടിയിരിക്കുന്ന സന്ദർഭമാണിത്. ഇവിടെ 2, 3, 4, 11 ഷോപ്പുകളൊക്കെ പൂട്ടിക്കഴിഞ്ഞ് കാരണം കച്ചവടം സാധനം വാങ്ങിക്കാൻ ആൾക്കാർക്ക് വരാൻ കഴിയാത്ത സിറ്റുവേഷനാണ് കൊടുത്തൂർ. ഇതൊരു വർഷമല്ല, 1.5 വർഷം 2 വർഷത്തിനടുത്തായി ഈ അനുഭവം വ്യാപാരികൾക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ശക്തമായി തന്നെ ഇനി വ്യാപാരി സഹകരണ സമിതി കൊടുത്തൊരു യൂണിറ്റ് ഇതിന് എതിരായിട്ട് ഭീമൻ പൈപ്പുകൾ റോഡിൽ കൊണ്ടിട്ടത് കാൽനടയാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു. ഈ ഫുട്പാത്തുമേലൂടെ നടക്കണതിമേൽ ഈ പൈപ്പ് ഇടുന്നതിൽ വെള്ളം മണ്ണും ചളിയും കോരിക്കും നടന്ന് വയസ്സന്മാരും കുട്ടികൾ നടക്കാൻ പറ്റില്ല. മനസ്സിലായി? അടിയന്തരമായിട്ട് അതിന് നടപടി ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ നാളെ ഞങ്ങൾ തടുക്കണം എന്ന് വിചാരിച്ചിക്കോ. ഇത് ചെയ്ത് തെറ്റല്ലേ, നടക്കാൻ വയ്ക്കോ. റോഡിന്റെ നവീകരണ പ്രവൃത്തി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുല്ലത്തിന്റെ നേതൃത്വത്തിൽ ലിൻഡോ ജോസഫ് MLAക്ക് കഴിഞ്ഞ ദിവസം നിവേദനം നൽകിയിരുന്നു. ന്യൂസ് 18 കൊടിയത്തൂർ. വിഴിഞ്ഞം ആട്ടരമൂല മുക്കോല റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടിയാണ് നാട്ടുകാരുടെ നീക്കം. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരമാണ് റോഡ് നിർമ്മാണം. കരാറുകാരൻ റോഡ് പണി വേണ്ട വിധം ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. കരാറുകാരന് ഒത്താശ ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി ഓവർസിയറെയും നാട്ടുകാർ തടഞ്ഞുവെക്കുകയും ചെയ്തു. 2.73 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിക്കുന്നത്. 5 വർഷത്തേക്ക് മെയിന്റനൻസ് തുകയായി 24 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ തുടക്കം മുതലേ അപാകതകൾ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉദ്യോഗസ്ഥർ ഇത് ഗൗനിക്കാതെ കരാറുകാരന് ഒത്താശ ചെയ്യുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോഴും റോഡ് പാതി മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പഴയ റോഡ് കുത്തിപ്പൊളിച്ച് ഇട്ടിരിക്കുന്നതിനാൽ നാട്ടുകാർക്ക് കാൽനടയാത്ര പോലും സാധ്യമല്ല. വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. അതിയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിഷ്ണു പ്രശാന്ത്, മണ്ണക്കല്ല് വാർഡ് മെമ്പർ പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് നിർമ്മാണം നാട്ടുകാർ തടഞ്ഞത്. ന്യൂസ് 18 വിഴിഞ്ഞം. ദേശീയപാത നിർമ്മാണത്തിനായുള്ള ലോറിക്ക് തീപിടിച്ചു. മുക്കാളി ഹാർബർ ജംഗ്ഷന് സമീപം ഉച്ചയോടെയാണ് സംഭവം. എഞ്ചിൻ ഭാഗത്തുനിന്ന് തീ ഉയർന്നപ്പോൾ തന്നെ ഡ്രൈവർ ഇറങ്ങി ഓടിയതുകൊണ്ട് പരിക്കേറ്റില്ല.
ഫയർഫോഴ്സ് എത്തി തീയണച്ചു. മുൻഭാഗം കത്തിനശിച്ചു. പയ്യോളി ഭാഗത്തും മുൻപ് ദേശീയപാത നിർമ്മാണത്തിനെത്തിയ വാഹനത്തിന് തീപിടിച്ചിരുന്നു. ഡീസൽ ടാങ്ക് പൊട്ടിത്തെറിക്കാം. മൂന്നാർ ഗ്യാപ് റോഡിന് സമീപത്ത് താമസിക്കുന്നവർ സമരത്തിൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ നഷ്ടപ്പെട്ട ഭൂമിക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് സമരം. പ്രദേശത്തെ അനധികൃത പാറ ഖനനം അവസാനിപ്പിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെടുന്നു. ഖനനത്തിനായി എത്തിയ വാഹനം തടഞ്ഞ പ്രദേശവാസികൾ കുടിൽ കെട്ടിയാണ് സമരം നടത്തുന്നത്. 2021 കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗ്യാപ് റോഡ് ഭാഗത്ത് വലിയ മലയിടിച്ചിലുണ്ടായത്. പാറക്കൂട്ടങ്ങളും മണ്ണും ഗ്യാപ് റോഡിന് താഴ്ഭാഗത്തുള്ള കിളവിപ്പാറ പ്രദേശത്തെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ കവർന്നു. ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ കൃഷിയും ഭൂമിയും നഷ്ടമായി. കളക്ടർ വിളിച്ച ചർച്ചയിൽ കൃഷിക്കും ഭൂമിക്കും നഷ്ടപരിഹാരം നൽകാമെന്ന് കരാറുകാർ ഉറപ്പു നൽകിയിരുന്നു. 2 വർഷം പിന്നിട്ടിട്ടും പ്രദേശവാസികൾക്ക് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. വലിയ ഒരു മല ഇടിഞ്ഞു വീണതോടെ കൃഷിഭൂമി പാറക്കൂട്ടങ്ങളാൽ നിറഞ്ഞു. അനധികൃതമായി ഈ പാറക്കല്ലുകൾ കരാറുകാർ പൊട്ടിച്ചു കടത്താൻ ശ്രമിച്ചതോടെ ശക്തമായ എതിർപ്പുമായി പ്രദേശവാസികൾ രംഗത്ത് വന്നു. ജനിച്ച മണ്ണിൽ ജീവിക്കാൻ പോരാട്ടം 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 ജനിച്ച മണ്ണിൽ ജീവിക്കാൻ പോരാട്ടം 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 പോരാട്ടം. ഇവിടെ പാറഖനനം നടത്തുന്നത് തടയണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുന്നു. നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന ഇവിടെ പാറഖനനം നടത്തുന്നത് ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പാറഖനനം തുടർന്നാൽ 2020 ഉണ്ടായ ഉരുൾപൊട്ടൽ ആവർത്തിക്കപ്പെടുമെന്നും പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു. അനധികൃതമായി ഖനനം നടത്തുന്ന കരാറുകാർക്കെതിരെ വില്ലേജിൽ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിരുന്ന ഭൂമി നഷ്ടപ്പെട്ടതിനാൽ ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിലാണ് ഇവർ. കൃഷിഭൂമിയിലെ പാറക്കല്ലുകളും മണ്ണും നീക്കം ചെയ്ത് വീണ്ടും കൃഷിക്ക് അനുയോജ്യമാക്കുക എന്നത് അസാധ്യമാണ്. അതിനാൽ അർഹമായ നഷ്ടപരിഹാരം നൽകുകയും ഖനനം പൂർണ്ണമായും നിർത്തുകയും ചെയ്യുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ഇടവേള. മാതൃകാപരമായ ഇടപെടലിലൂടെ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റുകയാണ് പയ്യന്നൂർ ഷേണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ. നിർധനരായ കുട്ടികൾക്ക് സൗജന്യമായി സൈക്കിളുകൾ ലഭ്യമാക്കുന്നതിന്റെ തിരക്കിലാണ് ഇവർ. ഉപയോഗശൂന്യമായ സൈക്കിളുകൾ കണ്ടെത്തി ആവശ്യക്കാരായ വിദ്യാർത്ഥികൾക്ക് പുതുക്കി നൽകുകയാണ് ഇവർ ചെയ്യുന്നത്. പണമില്ലാത്ത സൈക്കിൾ ആവശ്യമുള്ള കുട്ടികൾക്ക് അത് നൽകാനുള്ള ശ്രമത്തിലാണ് പയ്യന്നൂർ കണ്ടങ്കാളി ഷെണായി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകൾ. വേനൽ അവധി ക്യാമ്പിൽ ഉദിച്ച ആശയമാണ് ഇവർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രാവർത്തികമാക്കിയത്. ഉപയോഗശൂന്യമായ സൈക്കിളുകൾ കണ്ടെത്തി പുതുക്കിപ്പണിത് ആവശ്യക്കാർക്ക് നൽകുക എന്നതാണ് പ്രവർത്തന പദ്ധതി. പാവപ്പെട്ട കുട്ടികളെ സ്വന്തമായിട്ട് സൈക്കിൾ മോഹിച്ച് സ്വന്തമായി വാങ്ങാൻ കഴിവില്ലാത്ത കുട്ടികളെ കണ്ടെത്തി 100ഓളം സൈക്കിളുകളാണ് നമ്മൾ ശേഖരിച്ച് അത് നവീകരിച്ച് എല്ലാ സ്പെയർ പാർട്സുകളും പുതിയ സ്പെയർ പാർട്സുകൾ വാങ്ങി റീഫിറ്റ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെ റീപെയിൻറ്റ് ചെയ്തുകൊണ്ട് പുത്തൻ സൈക്കിളുകളാക്കി മാറ്റുന്ന റീസൈക്കിൾ എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മൾ മുന്നോട്ട് ഈ വർഷം വെക്കുന്നത്. കുട്ടികളുടെ ആശയം സന്തോഷത്തോടെ നാട്ടുകാരും ഏറ്റെടുത്തു. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 130-ലധികം സൈക്കിളുകളാണ് സുമനസ്സുകൾ ഇവർക്കായി സമ്മാനിച്ചത്. പരമാവധി കുട്ടികളെ കണ്ടെത്തി ഈ സൈക്കിളൊക്കെ അവർക്ക് വിതരണം ചെയ്യുക എന്നതാണ് നമ്മുടെ SPC യൂണിറ്റിൻ്റെ ലക്ഷ്യം. ആദ്യം തന്നെ നമ്മൾ തന്നെ പോയിട്ട് സൈക്കിളൊക്കെ കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഇത് റിപ്പയർ ചെയ്ത് നമ്മുടെ വേനൽക്കാല അവധിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനായിട്ട് തന്നെ വർക്ക് ചെയ്യാണ് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഉദ്യമം വിജയിപ്പിക്കാനായി നല്ല സൈക്കിൾ സംഭാവന നൽകിയവരുമുണ്ട്. അധ്യാപകൻ CV രാജുവാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. നാട്ടുകാരനായ പ്രേമരാജന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ തന്നെയാണ് അറ്റകുറ്റപ്പണിയും പെയിന്റിങ്ങും നടത്തുന്നത്. ന്യൂസ് 18 പയ്യന്നൂർ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5615 രൂപ, പവന് 44,920 രൂപ, വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോഗ്രാമിന് 79,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,851 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.